നമസ്കാരം KCN മലയാളം വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തലപ്പാടിയിൽ 60കാരി സ്വകാര്യ ബസ് കയറി മരിച്ചു. അപകടം നടന്നത് ബസ് കയറുവാനുള്ള ശ്രമത്തിനിടെ. ഡ്രൈവറുടെ അശ്രദ്ധയാണ് അപകട കാരണമെന്ന് ആക്ഷേപം. മലപ്പുറം മുനിയൂർ സ്കൂൾ അധ്യാപകന്റെ മരണം. KSTA നേതൃത്വത്തിൽ അധ്യാപകർ DEO ഓഫീസ് ഉപരോധിച്ചു. പാരമ്പര്യ രീതി കൈവിടാതെ കുഞ്ഞിക്കോരന്റെ കൃഷി. പാടത്ത് വിളയുന്നത് സമൃദ്ധിയുടെ നൂറുമേനി. കുട്ടി പോലീസ് ശുചീകരണ രംഗത്തും. കുഞ്ഞുകാക്കിക്ക് അഭിനന്ദനത്തിന്റെ സല്യൂട്ട്. വിശദമായ വാർത്തകളിലേക്ക്. തലപ്പാടിയിൽ 60കാരി സ്വകാര്യ ബസ് കയറി മരിച്ചു. തലപ്പാടി സോമേശ്വരത്തെ ആമിനയാണ് മരിച്ചത്. ശനിയാഴ്ച രാവിലെ 11 മണിയോടെയാണ് നാടിനെ നടുക്കിയ അപകടം നടന്നത്. ശനിയാഴ്ച രാവിലെ 11 മണിയോടെ തലപ്പാടി ചെക്ക് പോസ്റ്റ് ബസ് സ്റ്റോപ്പിലായിരുന്നു അപകടം നടന്നത്. മംഗലാപുരത്ത് നിന്നും തലപ്പാടി വരെ സർവീസ് നടത്തുന്ന KA 18 A 88 54 നമ്പർ സിറ്റി ബസിൻ്റെ പിൻചക്രം കയറിയാണ് ആമിന മരണപ്പെട്ടത്. തലപ്പാടി ചെക്ക് പോസ്റ്റ് ബസ് സ്റ്റോപ്പിൽ നിർത്തിയ ബസ് മുന്നോട്ടെടുക്കുവാൻ ശ്രമിക്കുമ്പോഴായിരുന്നു അപകടം നടന്നത്. സ്റ്റോപ്പിൽ നിന്നും ഇതേ ബസ്സിലേക്ക് കയറുവാൻ വരികയായിരുന്നു ആമിന. എന്നാൽ മുന്നോട്ടെടുത്ത ബസ്സിൽ തട്ടി വീഴുകയും ശരീരത്തിൽ പിൻചക്രം കയറി ഇറങ്ങുകയുമായിരുന്നു. ഈ ബസ്സിൽ തലപ്പാടിയിലെത്തി അവിടെ നിന്നും മറ്റൊരു ബസ്സിൽ ഉദ്യാവരയിലേക്ക് പോകുവാനായിരുന്നു ആമിന ബസ് സ്റ്റോപ്പിലെത്തിയത്. ഡ്രൈവറുടെ അശ്രദ്ധയാണ് അപകട കാരണമെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. സംഭവ സമയത്ത് ഡ്രൈവർ ഫോണിൽ സംസാരിക്കുകയായിരുന്നുവെന്നും എല്ലാവരും കയറുന്നതിന് മുൻപേ ബസ് മുന്നോട്ടെടുക്കുകയായിരുന്നുവെന്നും നാട്ടുകാർ പറഞ്ഞു. അപകടത്തെ തുടർന്ന് സ്ഥലത്ത് ഏറെ നേരം ഗതാഗതം സ്തംഭിച്ചു. അപകട വിവരമറിഞ്ഞ് തടിച്ചുകൂടിയവരെ പിന്നീട് പോലീസ് എത്തിയാണ് പിരിച്ചുവിട്ടത്. അപകടത്തിന് കാരണമായ ബസ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. മൂസക്കുഞ്ഞിയാണ് അപകടത്തിൽ മരിച്ച ആമിനയുടെ ഭർത്താവ്. ബുദ്ധിമാന്ദ്യമുള്ള 2 മക്കളുമുണ്ട്. മൂസക്കുഞ്ഞി അസുഖം ബാധിച്ച് കിടപ്പിലായതിനാൽ വീട്ടുകാര്യങ്ങൾ നോക്കി നടത്തിയിരുന്നത് ആമിനയായിരുന്നു. ആമിനയുടെ മരണത്തോടെ ഈ കുടുംബം തീർത്തും വഴിയാധാരമായിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. KSTA നേതൃത്വത്തിൽ അധ്യാപകർ DEO ഓഫീസ് ഉപരോധിച്ചു. മലപ്പുറം മുനിയൂർ സ്കൂൾ അധ്യാപകനായിരുന്ന അനീഷിന്റെ ആത്മഹത്യയെക്കുറിച്ച് സമഗ്രമായി അന്വേഷിച്ച് കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഉപരോധ സമരം നടത്തിയത്. ഉദുമ MLA K കുഞ്ഞിരാമൻ സമരം ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം മുന്നിയൂർ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ KK അനീഷിന്റെ മരണത്തിന് ഉത്തരവാദികളായവരെ ശിക്ഷിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു KSTA ആഭിമുഖ്യത്തിൽ സമരം നടത്തിയത്. വിദ്യാഭ്യാസ മന്ത്രിയുടെ ബന്ധു കൂടിയായ സ്കൂൾ മാനേജറെ രക്ഷിക്കാൻ രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടായിരിക്കുകയാണെന്നും അവർ ആരോപിച്ചു. ഉദുമ MLA K കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ ഒരു പീഡിപ്പിച്ച് കൊല ചെയ്തിട്ട് ഒരാളെ പേരിൽ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റെയോ ഗവൺമെന്റിന്റെയോ ബന്ധപ്പെട്ട ആളുകളെ പേരിൽ ദുഃഖകരമായ അവസ്ഥ. അങ്ങനെ അധ്യാപകരെയും ജീവനക്കാരെയും പീഡിപ്പിച്ച് നമ്മുടെ സമൂഹത്തിൽ ഇല്ലായ്മ ചെയ്യുന്ന ഒരു വ്യവസ്ഥയാണ് കേരളത്തിലെ ഗവൺമെന്റ് കൊണ്ടുപോകുന്നത് എന്ന് എല്ലാവർക്കും അറിയാൻ വേണ്ടി കഴിയുന്നത്. സംസ്ഥാന നിർവാഹക സമിതി അംഗം KV ഗോവിന്ദൻ, സംസ്ഥാന കമ്മിറ്റി അംഗം C ശാന്തകുമാരി, ജില്ലാ സെക്രട്ടറി K രാഘവൻ, പ്രസിഡന്റ് AP പവിത്രൻ തുടങ്ങിയവർ സംസാരിച്ചു. കർഷക വൃത്തിയിൽ പരമ്പരാഗത രീതികൾ കൈവിടാതെ ഒഴിഞ്ഞ വളപ്പിലെ കുഞ്ഞിക്കോരന്റെ കൃഷിയിടത്തിൽ വിളഞ്ഞത് സമൃദ്ധിയുടെ നൂറുമേനി. നൂതന കൃഷിരീതികൾ കൃഷിയിടങ്ങളിൽ സ്ഥാനം പിടിക്കുമ്പോഴും പരമ്പരാഗത ശൈലി കൈവിടാതെ കൃഷിയിടത്തിൽ പൊന്നുവിളയിക്കുന്ന ഒരു കർഷകനുണ്ട് കാഞ്ഞങ്ങാട്ടെ ഒഴിഞ്ഞവളപ്പിൽ. കലാപ്രവർത്തനങ്ങളോടൊപ്പം കൃഷിയെയും ജീവിതത്തിന്റെ ഭാഗമാക്കിയ കുഞ്ഞിക്കോരൻ എന്ന 77കാരനാണ് ആ കർഷകൻ. വീടിനോട് ചേർന്നുള്ള 1 ഏക്കർ സ്ഥലത്താണ് കുഞ്ഞിക്കോരൻ നെൽകൃഷി ഇറക്കുന്നത്. നിലമൊരുക്കാൻ ട്രാക്ടറോ ടില്ലറോ വരുത്താൻ കുഞ്ഞിക്കോരൻ തയ്യാറല്ല. കൃഷിയിടം പൂർണ്ണമായും കിളച്ചുമറിച്ചാണ് കുഞ്ഞിക്കോരന്റെ കൃഷി. ഇത്തവണ ആതിര നെൽവിത്താണ് 1ാം വിളക്കായി ഉപയോഗിച്ചത്. ഒരു മുരടിൽ നിന്നും തന്നെ ഒട്ടേറെ നെൽച്ചെടികൾ വന്നതോടെ പാടം നിറയെ നെൽവിത്ത് മുളപ്പിക്കാനായതിന്റെ ആഹ്ലാദത്തിലാണ് ഈ കർഷകൻ. സ്വന്തം അധ്വാനിച്ച് പരിപാലിച്ചാൽ കൃഷി നഷ്ടമാവില്ലെന്ന അഭിപ്രായമാണ് കുഞ്ഞിക്കോരനുള്ളത്. ജൈവരീതികൾ ഉപയോഗിച്ചാണ് കൃഷി ഇറക്കിയത്. കോഴിക്കാട്ടവും കാലിവളവും മത്സ്യവളവും ഉപയോഗിച്ചതോടെ കുഞ്ഞിക്കോരന്റെ കൃഷിയിടത്തിൽ നെൽകൃഷി സമൃദ്ധമായി. ഒരു ചെറിയ കണ്ടത്തിൽ ഈ കണ്ടത്തിൽ 4 ചാക്ക് തമിഴ്നാട്ടിൻ്റെ കോഴിക്കാട്ട് ഇട്ടിട്ടുണ്ട്.
പിന്നെ 15 കൂട്ടം കാലുവളം ഇട്ടിട്ടുണ്ട്, 1 ചാക്ക് മത്സ്യവളം ഇട്ടിട്ടുണ്ട്, കുറച്ച് വെണ്ണൂറും ഉണ്ട് ഇട്ടിട്ട്. ഇതിൽ ഓല വെച്ച് കത്തിച്ചതും മറ്റും മറിച്ചലായിട്ട് അങ്ങനെ കുറേയുണ്ട്. പിന്നെ കൂടുതലും കിഴക്കേ ചാലിൽ വെള്ളം നിൽക്കുമ്പോൾ കയ്യിലെടുക്കുന്ന സ്ഥലമാണിത്. അതാണ് ഒരു പ്രത്യേകത ഈ നെല്ലിൻ്റെ. കൃഷിയിടത്തിൽ സഹായമേകാൻ ഭാര്യ കല്യാണിയും എത്താറുണ്ട്. കൃഷിയോടൊപ്പം കോൽക്കളിയെയും പൂരക്കളിയെയും ജീവിതത്തിന്റെ ഭാഗമാക്കിയ ഈ കർഷകന് കലാരംഗത്ത് നിന്നും ഒട്ടേറെ പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. ഒഴിഞ്ഞവളപ്പ് പ്രതിഭ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ കീഴിൽ അവതരിപ്പിച്ച നാടകങ്ങളിലും കുഞ്ഞിക്കോരൻ വേഷമിട്ടിട്ടുണ്ട്. ശുചീകരണത്തിനായി കുട്ടി പോലീസ് രംഗത്തിറങ്ങി. ഹോസ്ദുർഗ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടി പോലീസിന്റെ നേതൃത്വത്തിലാണ് ശുചീകരണം നടന്നത്. ഹോസ്ദുർഗ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്തെ മാലിന്യമുക്തമാക്കാൻ കുട്ടി പോലീസുകാർ രംഗത്തിറങ്ങി. സ്കൂൾ പരിസരത്തെ ശുചീകരിക്കാനായി രംഗത്തിറങ്ങിയ കുട്ടി പോലീസിന് പിന്തുണയുമായി ഹോസ്ദുർഗ് സ്റ്റേഷനിലെ പോലീസുകാരും എത്തിയിരുന്നു. ASI വിജയൻ, നിർമ്മല, ശ്രീജ, ലക്ഷ്മണൻ കൈപ്പുറത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. നെഹ്റു യുവകേന്ദ്രയും പാടി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ബ്ലോക്ക് തല നേതൃ പരിശീലന ക്യാമ്പ് ഞായറാഴ്ച സമാപിക്കും. 3 ദിവസങ്ങളിലായി പാടി ബെള്ളൂർ നഗറിലാണ് ക്യാമ്പ് നടക്കുന്നത്. അജ്ഞതയിൽ നിന്നും അറിവിലേക്കും നേതൃസ്ഥാനത്തേക്കും യുവത്വത്തെ നയിക്കാൻ വേണ്ടിയാണ് ത്രിദിന ബ്ലോക്ക് തല നേതൃ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PP ശ്യാമളാദേവി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കൂട്ടുകുടുംബങ്ങളിൽ നിന്ന് അണുകുടുംബങ്ങളായി മാറിയതിൻ്റെ ദോഷവശങ്ങൾ കൂടിയാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഇപ്പോൾ സ്കൂളുകളിൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ പ്രയാസങ്ങൾ, അതൊരു LP കഴിഞ്ഞ് UP ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ മുതൽ കുട്ടികളിൽ സ്ട്രെസ്, സങ്കീർണത, മാനസിക സംഘർഷം ഇവ വർദ്ധിച്ച് വരികയാണ്. കുടുംബത്തിൽ കുട്ടികളോട് കാര്യങ്ങൾ പങ്കുവെക്കാനും അവരോടൊപ്പം സമയം ചിലവഴിക്കാനും അമ്മമാർക്കോ അച്ഛന്മാർക്കോ സമയമില്ലാത്തതിൻ്റെ അല്ലെങ്കിൽ രക്ഷകർത്താക്കൾക്ക് സമയമില്ലാത്തതിൻ്റെ പ്രശ്നങ്ങൾ കൂട്ടുകുടുംബങ്ങളിലാകുമ്പോൾ എല്ലാ കുട്ടികളും ഒന്നിച്ച് ചേർന്നുകൊണ്ട് അഭിപ്രായങ്ങൾ പറയാനും ഒന്നിച്ച് കളിക്കാനുമുള്ള സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ജില്ലാ യൂത്ത് കോർഡിനേറ്റർ M അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മൂസ ബി ചെർക്കള, ചെങ്കള ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ T അപ്പക്കുഞ്ഞി, CV കൃഷ്ണൻ, അഡ്വക്കേറ്റ് കളരി കൃഷ്ണൻ, മുഹമ്മദ് നിയാസ്, CK സുരേഷ്, VN രാജേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ വിഷയങ്ങളെ അടിസ്ഥാനമാക്കി ക്ലാസുകൾ നടന്നു. ക്യാമ്പ് ഞായറാഴ്ച വൈകുന്നേരം സമാപിക്കും. സമാപന സമ്മേളനം NA നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ പ്രമീള C നായക് അധ്യക്ഷത വഹിക്കും. ക്യാമ്പിൽ പങ്കെടുത്തവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം ചെങ്കള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CB അബ്ദുൽ ഹാജി നിർവഹിക്കും. SC/ST വിഭാഗത്തിനായി പ്രത്യേകം രൂപീകരിച്ച സ്പെഷ്യൽ മൊബൈൽ സ്ക്വാഡ് ജില്ലയിൽ അഴിമതിയിൽ മുങ്ങി നിൽക്കുകയാണെന്ന് SC/ST ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ജില്ലയിലെ പട്ടികജാതി പട്ടികവർഗക്കാർക്ക് വേണ്ടി പ്രത്യേകം നിലവിൽ വന്ന SMS വകുപ്പ് അഴിമതിയിൽ മുങ്ങി നിൽക്കുകയാണ്. അതിക്രമങ്ങൾക്ക് ഇരയാവുന്നവർക്ക് സ്വാതന്ത്ര്യമാകേണ്ട പോലീസുകാരും SMS വകുപ്പും പ്രതികളെ രക്ഷപ്പെടുത്തുന്നതിനാണ് ശ്രമിക്കുന്നത്. നിയമങ്ങളിൽ വെള്ളം ചേർക്കുക മാത്രമല്ല, കോളനികളിൽ അദാലത്ത് നടത്തി SC/ST ഫണ്ടുകൾ ദൂർത്തടിക്കുകയാണെന്നും അവർ ആരോപിച്ചു. അഴിമതികൾ SC/ST വിഭാഗത്തിന് ഉള്ള ഈ സ്പെഷ്യൽ മൊബൈൽ സ്ക്വാഡിൽ നടക്കുന്നുണ്ട്. കാരണം ഇതന്നെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്മാർ പറയുമ്പോൾ അപ്പം നമ്മളെപ്പോലുള്ള ആൾക്കാർ അത് ചോദിച്ചില്ലെങ്കിൽ അത് നമ്മുടെ സമൂഹത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയല്ലേ. മാത്രമല്ല SC/STയിൽ പെട്ട ആൾക്കാരുടെ കേസുകളൊക്കെ പ്രതികൾ രക്ഷപ്പെടുന്ന രീതിയിൽ പഴുതുകൾ ഉണ്ടാക്കുന്നു. ഇത്രയും കാലമായി SMS നിലവിൽ ഏതെങ്കിലും ഒരു കേസുകൾ ഇവിടെ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് ഞങ്ങൾക്ക് സംശയം. പല കേസുകളും തെളിയിക്കാതെ പോകുന്നത് ഇവരെ പോലീസുകാർ എടുക്കുന്ന ആ നിയമങ്ങളിൽ വെള്ളം ചേർക്കുന്നത് കൊണ്ടാണ്. ഗോപി കുതിരക്കല്ല്, ശേഖരൻ അതിരക്കുഴി, ലക്ഷ്മണൻ പെരിയെടുക്ക, DSS ചെയർമാൻ DK പ്രഭാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള പ്രൈവറ്റ് മെഡിക്കൽ ടെക്നീഷ്യൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ താലൂക്ക് ഓഫീസ് ധർണ സംഘടിപ്പിച്ചു. പാരാമെഡിക്കൽ കൗൺസിൽ ബിൽ നടപ്പിലാക്കുക, മെഡിക്കൽ ടെക്നീഷ്യന്മാർക്ക് തൊഴിൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയാണ് സമരം സംഘടിപ്പിച്ചത്. കേരള പ്രൈവറ്റ് മെഡിക്കൽ ടെക്നീഷ്യൻസ് അസോസിയേഷനാണ് ധർണാ സമരം സംഘടിപ്പിച്ചത്. കേരളത്തിൽ വർഷങ്ങളായി ജോലി ചെയ്യുന്ന ടെക്നീഷ്യന്മാരുടെ പ്രവൃത്തി പരിചയം മനസ്സിലാക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് സമരക്കാർ ആവശ്യപ്പെട്ടു. താലൂക്ക് ഓഫീസിന് മുന്നിൽ നടന്ന സമരം മുനിസിപ്പൽ വൈസ് ചെയർമാൻ പ്രഭാകരൻ വാഴുന്നോറോടി ഉദ്ഘാടനം ചെയ്തു. ഈ മേഖലയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഒട്ടനവധി പ്രയാസങ്ങൾ അനുഭവിക്കുകയാണ്. അത്തരം പ്രയാസങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ സത്യാവസ്ഥ പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനും ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ അവിടെ നിലനിൽപ്പിനായുള്ള ഒരു പോരാട്ടം അങ്ങോട്ടും നടത്തുന്നതിനും വേണ്ടിയാണ് അസോസിയേഷൻ ഇങ്ങനെ ഒരു ധർണാസമരം
ആദ്യമായി സംഘടിപ്പിച്ചത്. അത്രയും പ്രാധാന്യമറിയിക്കുന്ന ഗൗരവം വഹിക്കുന്ന ഇന്നത്തെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്ക് വളരെയധികം പ്രയോജനകരമായ രീതിയിൽ പെരുമാറുന്ന ഈ ടെക്നീഷ്യന്മാർക്ക് ജോലിസ്ഥിരത ഉറപ്പുവരുത്തണം. അതോടൊപ്പം തന്നെ അവരുടെ സ്ഥാപനങ്ങൾക്ക് മതിയായ സംരക്ഷണവും കാര്യവും നൽകാൻ ആവശ്യമായ സാഹചര്യം സംസ്ഥാന ഗവൺമെന്റ് ഭാഗത്തുണ്ടാവണം. ജില്ലാ പ്രസിഡന്റ് കെ ശ്രീധരൻ അധ്യക്ഷനായി. ജില്ലാ വൈസ് പ്രസിഡന്റ് പി കണ്ണൻ, MS വാമനൻ, രാജേന്ദ്രൻ, രമാദേവി, ശ്രീജ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി വാർത്തകൾ ചുരുക്കത്തിൽ. മായപ്പാടി ഡയറ്റിൽ സതീർത്ഥ്യ സംഗമം പരിപാടി ഞായറാഴ്ച നടക്കും. 1964 മുതൽ 67 വരെയുള്ള വർഷങ്ങളിൽ മായപ്പാടി ടീച്ചേഴ്സ് ട്രെയിനിംഗ് സ്കൂളിൽ പഠിച്ച വിദ്യാർത്ഥികളുടെയും അക്കാലത്തെ അധ്യാപകരുടെയും സംഗമമായ സതീർത്ഥ്യ സംഗമം രാവിലെ 10 മണിക്ക് ആരംഭിക്കും. ഡിഫൻസ് പൈക്കയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ജില്ലാതല കമ്പവലി മത്സരം ഞായറാഴ്ച നടക്കും. വൈകുന്നേരം 3 മണിക്ക് ശ്രീ പൂമാണി കിന്നിമാണി ക്ഷേത്ര മൈതാനിയിലാണ് മത്സരം. ഭാരതീയ ടൈലേഴ്സ് സംഘ് BMS ജില്ലാ പഠന ശിബിരം ഞായറാഴ്ച രാവിലെ 10 മണിക്ക് കാസർഗോഡ് കോഓപ്പറേറ്റീവ് ടൗൺ ബാങ്ക് ഹാളിൽ നടക്കും. കാസർഗോഡ് നഗരത്തിലെ പ്രമുഖ വ്യാപാരിയും അലങ്കാർ ഫാൻസി കട ഉടമയുമായ മധൂർ ബട്ടംപാറയിലെ നാരായണൻ അന്തരിച്ചു. 72 വയസ്സായിരുന്നു. ശനിയാഴ്ച രാവിലെ 8 മണിയോടെ വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം. ബേബിയാണ് ഭാര്യ. ഹോസ്ദുർഗ് സർക്കിൾ സഹകരണ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പഠന ക്ലാസ് സംഘടിപ്പിച്ചു. ഇൻകം ടാക്സും സഹകരണ പ്രസ്ഥാനവും എന്ന വിഷയത്തിലാണ് ക്ലാസ് നടന്നത്. കോട്ടച്ചേരി സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന പഠന ക്ലാസ് സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ P. ഇസ്മായിൽ ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് രജിസ്ട്രാർ ഹാരിസ് അധ്യക്ഷത വഹിച്ചു. ജേക്കബ്, ജോൺ തുടങ്ങിയവർ ക്ലാസ് എടുത്തു. സർക്കിൾ സഹകരണ യൂണിയൻ ഡയറക്ടർ A. ദാമോദരൻ സംസാരിച്ചു. കോട്ടച്ചേരി ബാങ്ക് പ്രസിഡന്റ് K. വിശ്വനാഥൻ സ്വാഗതം പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തലപ്പാടിയിൽ 60കാരി സ്വകാര്യ ബസ് കയറി മരിച്ചു. അപകടം നടന്നത് ബസ് കയറുവാനുള്ള ശ്രമത്തിനിടെ. ഡ്രൈവറുടെ അശ്രദ്ധയാണ് അപകട കാരണമെന്ന് ആക്ഷേപം. മലപ്പുറം മുനിയൂർ സ്കൂൾ അധ്യാപകന്റെ മരണം. KSTA നേതൃത്വത്തിൽ അധ്യാപകർ DEO ഓഫീസ് ഉപരോധിച്ചു. പാരമ്പര്യ രീതി കൈവിടാതെ കുഞ്ഞിക്കോരന്റെ കൃഷി. പാടത്ത് വിളയുന്നത് സമൃദ്ധിയുടെ നൂറുമേനി. കുട്ടി പോലീസ് ശുചീകരണ രംഗത്തും. കുഞ്ഞുകാക്കിക്ക് അഭിനന്ദനത്തിന്റെ സല്യൂട്ട്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.